അസ്സലാമലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ തമിഴിൽ കണ്ട പോലെ യു ജോബിൻ്റെ ഫൈനൽ പാർട്ടായിട്ടാണ്. എന്നാൽ പിന്നെ നേരെ വീഡിയോയിലോട്ട് പോയാലോ? ഇറ്റ്സ് മീ ബനാസിയ. വെൽക്കം ബാക്ക് അവർ ചാനൽ. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായി ഞാനിങ്ങനെ വീഡിയോ നീട്ടി കൊണ്ടുപോകുന്നുണ്ടെന്ന്. ഏതായാലും ഞാൻ നീട്ടുന്നില്ല, അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഫൈനൽ പാർട്ടായിട്ട് വന്നിട്ടുള്ളത്. അപ്പം ഉള്ള കാര്യങ്ങൾ ഞാനവിടെ പോയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചുരുക്കിയിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നോക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എവിടെയാണ് നിർത്തിയത്? എനിക്ക് സ്കൂളിൽ നിന്ന് കോൾ വന്ന കാര്യം. അതായത് എനിക്ക് അടുത്ത HR എനിക്ക് കോൾ ചെയ്തിട്ടുണ്ടായിന്. എന്നിട്ട് എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിന്. അതായത് എൻ്റെ CV അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിന്. എഗെയിൻ എൻ്റെ CV അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിന്. മെയിൽ അയച്ചു കൊടുക്കാനുണ്ടാണ്. അതുപോലെ തന്നെ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് ഒക്കെ മെയിൽ അയക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ ഞാൻ അവർക്ക് മെയിൽ അയച്ച് എൻ്റെ CVയും അതുപോലെ സർട്ടിഫിക്കറ്റൊക്കെ അയച്ചു കൊടുത്തു. കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് വീണ്ടും അവർ കോളാക്കിയിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ഇല്ലയെന്ന് പറഞ്ഞു. ഇല്ലയെന്ന് പറഞ്ഞിട്ടാകുമ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ ഇവിടെ വേക്കൻസി ഒന്നുമില്ല, ഉണ്ടാകുമ്പോൾ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ കോൾ കട്ട് ചെയ്തു. അങ്ങനെ അവരത് പറഞ്ഞിട്ടാകുമ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ആ വ്യക്തി ഉണ്ടല്ലോ നേരത്തെ പറഞ്ഞ പ്രിൻസിപ്പളാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ മെസ്സേജ് ചെയ്ത ആ വ്യക്തിക്ക് ഞാൻ ഒന്നും കൂടി മെസ്സേജ് അയച്ചിട്ട് ഞാൻ പറഞ്ഞു ഇതുപോലെ ഒരു HR എനിക്ക് കോൾ ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അങ്ങനെ അവർ റീപ്ലൈ ഒന്നും എനിക്ക് തന്നില്ല കേട്ടോ. ആ വ്യക്തി എനിക്ക് റീപ്ലൈ ഒന്നും തന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ആദ്യം എനിക്ക് കോൾ വന്നു, സ്കൂളിൽ നിന്ന് കോൾ വന്നിട്ട് പറഞ്ഞു, അവർ പറഞ്ഞു നിങ്ങളുടെ പാസ്പോർട്ട് കോപ്പി അയച്ചു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പാസ്പോർട്ട് കോപ്പിയും കൂടി അവർക്ക് അയച്ചു. കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ എനിക്ക് അവരെ മെയിൽ വന്നു. അതായത് ഇത്രാം തീയതി ഇത്ര മണിക്ക് നിങ്ങൾ സ്കൂളിൽ എത്തണം, അതായത് ഇൻ്റർവ്യൂവിന് വരണം എന്ന് പറഞ്ഞിട്ട് അവർ എനിക്കൊരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. അങ്ങനെ ഫൈനലി ഞാൻ ഇൻ്റർവ്യൂവിന് അവിടെ സ്കൂളിലേക്ക് എത്തിപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാകും. അങ്ങനെ രാവിലെ തന്നെ എനിക്ക് 10 മണിക്കായിരുന്നു കേട്ടോ ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായത്. അങ്ങനെ ഞങ്ങൾ രാവിലെ ഞാൻ അബുദാബിയായിരുന്നു സ്റ്റേ ചെയ്തിരുന്നത്. അബുദാബിയിൽ നിന്ന് അജ്മാനിലേക്ക് നമ്മൾ പോയി. അങ്ങനെ കൃത്യസമയത്ത് നമ്മൾ സ്കൂളിലെത്തിയിട്ടുണ്ട്. സ്കൂളിലെത്തിയിട്ട് അവിടെ പുറത്ത് സെക്യൂരിറ്റി, അതായത് നമ്മളെ അകത്ത് കയറ്റുന്നില്ല. എന്താ ചോദിച്ചിട്ടാകുമ്പോൾ നമ്മൾ പറഞ്ഞു ഇൻ്റർവ്യൂവിന് വരാൻ പറ്റണം. അപ്പോൾ അവരെന്നോട് ചോദിച്ചു മെയിൽ ഉണ്ടോ എന്ന് ചോദിച്ചു, ഇവിടുന്ന് അയച്ച മെയിൽ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ട് എന്നിട്ട് ഞാൻ ഫോണിൽ കാണിച്ചു കൊടുത്തിട്ടാകുമ്പോൾ അവർ അകത്തേക്ക് എന്നെ വിട്ടു കേട്ടോ. അങ്ങനെ കുറച്ച് സമയം നമ്മളവിടെ ഇരുത്തിയതിന് ശേഷം നമ്മളെ എന്നെ ഓഫീസിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് കുറേ കാര്യങ്ങൾ അവർ ചോദിച്ചു. അതായത് എൻ്റെ സർട്ടിഫിക്കറ്റും CV സർട്ടിഫിക്കറ്റ്സ് പിന്നെ അങ്ങനെ പാസ്പോർട്ട് കോപ്പി ഒക്കെ അവരെൻ്റെ അടുത്ത് ചോദിച്ചു. അങ്ങനെ ഞാൻ എല്ലാത്തിൻ്റെ കോപ്പി അവർക്ക് കൊടുത്തു. അങ്ങനെ കൊടുത്തതിന് ശേഷം അവർ എന്നോട് ചോദിച്ചു ആരാ നിങ്ങൾക്ക് മെയിൽ അയച്ചത് ഇവിടുന്ന് വരാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടാകുമ്പോൾ ഞാനവിടെ അവരുടെ മെയിൽ അയച്ചതിൻ്റെ അവരുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരന്ന് അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ, അവർ ലീവായിരുന്നു. അങ്ങനെ എന്നോടൊന്ന് കുറച്ച് സമയം പുറത്ത് വെയിറ്റ് ചെയ്യും, നമ്മൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം അവർ വീണ്ടും എന്നെ അകത്തോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അകത്തോട്ട് വിളിച്ചിട്ട് ഇവർ പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം എന്നെ അവർ പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്ക് വിട്ടുവിട്ടാ. അതായത് ഇൻ്റർവ്യൂ ഉണ്ടല്ലോ, ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ ഒരു ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ നെഞ്ചിൽ നിന്ന് പടപടപടാന്ന് ഇടിക്കാൻ തുടങ്ങി. അതായത് അവിടെ പോയിട്ട് എന്താ ചോദിക്കാൻ എന്തൊന്നും അറിയില്ല. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എൻ്റെ ഗൾഫിൽ പോയിട്ട് ഇതുപോലെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇവരതിൻ്റെ ഉള്ളിൽ എന്താ ചോദിക്കുക എന്താ പറയുക ഒന്നും എനിക്കറിയില്ല, ഒരു ഐഡിയ ഇല്ല. ഞാനവിടെ ഉള്ളിൽ ഓൾറെഡി ഒരു ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആണെങ്കിൽ ഭയങ്കര വിറയലും എൻ്റെ കൈയൊക്കെ ഇങ്ങനെ വിറക്കുന്നുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അങ്ങനെ മനസ്സൊക്കെ ഇങ്ങനെ കൂളാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ലെവലാക്കി വിട്ടു. അവസാനം എന്നെ വിളിച്ചു കേട്ടോ. എൻ്റെ പൊന്നെ വിളിച്ച സമയത്ത് ഒരു ഹാള്, അതായത് വലിയ ഹാളിൽ 3 ആൾക്കാർ ഇരിക്കുന്നുണ്ട്. 3 ആൾക്കാർ, ഒന്ന് പ്രിൻസിപ്പൾ, പിന്നെ 2 ആരാന്ന് എനിക്കറിയില്ല, ഒന്ന് അസിസ്റ്റൻറ്റ് പ്രിൻസിപ്പളാണെന്ന് എനിക്ക് തോന്നി, പിന്നെ ആരാന്ന് എനിക്കറിയില്ല. അങ്ങനെ 3 ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതായത് വലിയ ടേബിള്, ആ ടേബിളിൻ്റെ അങ്ങേയറ്റത്ത് ഇവർ 3 പേര് ഇരുന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങേയറ്റത്ത് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ അപ്പുറവും ഇപ്പുറമായിട്ട് ഞാനിരുന്നു. ആദ്യം തന്നെ ഞാൻ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞു അവരുടെ അടുത്ത്. അത് തിരിച്ച് ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചെങ്കിൽ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. എന്നെക്കുറിച്ചിട്ട് അവരുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞത്.
അത് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക കേട്ടോ. എങ്ങനെയാണ് നമ്മളെ കുറിച്ചിട്ട് എങ്ങനെ നന്നായിട്ട് പറയാം, അതുപോലെ നന്നായിട്ട് അവരുടെ അടുത്ത് പറയാം. അത് നമ്മൾ പഠിച്ചിട്ട് പോയാൽ മതി. നമ്മൾ ഇങ്ങനെ പഠിച്ച് പോകണം. എങ്ങനെ പെർഫെക്റ്റായിട്ട് നമ്മൾ അവരുടെ അടുത്ത് ആൻസർ കൊടുക്കാമെന്ന് നമ്മൾ പഠിച്ചിട്ട് പോയാൽ ഒന്നും കൂടി ബെറ്റർ. അതിനുശേഷം അവരെൻ്റെ അടുത്ത് ചോദിച്ചത് എവിടെയാണ് വർക്ക് ചെയ്തതെന്ന്, ഏത് സ്കൂളാണ്, എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് ഇന്ത്യയിൽ ഒരു സ്കൂളിൻ്റെ പേര് പറഞ്ഞു. അങ്ങനെ അവിടെ വർക്ക് ഏത് സിലബസാണെന്നും കൂടി ചോദിച്ചിട്ടുണ്ടായിന്. ഞാൻ പറഞ്ഞു CBSE ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അടുത്ത് അവരൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിന്, നമ്മൾ കുട്ടികൾക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് എന്താണെന്ന്. അതായത് കെയറിങ് ആണോ, ടീച്ചിങ് ആണോ, അതുപോലെ പ്രൊട്ടക്റ്റിംഗ് ആണോ, എന്താണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ ആൻസർ കെയറിങ് ആണ് കേട്ടോ. അതായത് ചെറിയ കുട്ടികൾക്ക് ആദ്യം വേണ്ടത് കെയറിങ് ആണ്. അല്ലാതെ നമ്മൾ അവരെ ഇങ്ങനെ പഠിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അവരെ ഫസ്റ്റ് നമ്മൾ കെയർ ചെയ്തിട്ട് നമ്മളെ രീതിയിൽ നമ്മളെടുത്ത് അവരെ എങ്ങനെയാണോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുക. അതിനുശേഷം നമ്മൾ അതിലൂടെ നമുക്ക് അവരെ പഠിപ്പിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ പഠിച്ചതും. അപ്പം ആദ്യം നമുക്ക് വേണ്ടത് കെയറിങ് ആണ് കേട്ടോ. കുട്ടികൾക്ക് വേണ്ടത് കെയറിങ്. അങ്ങനെ ഞാൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അടിപൊളിയായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആൻസർ. അപ്പോൾ അവർ പറഞ്ഞു വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞതിന് കുറച്ച് പുകഴ്ത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ 2-3 ക്വസ്റ്റ്യൻസൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായി. ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല, വലിയ വീഡിയോ ആവുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ടുണ്ടായിന്. പിന്നെ ലാംഗ്വേജ്, അതായത് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിന് എനിക്ക് പെർഫെക്റ്റായിട്ട് ഫ്ലുവൻ്റായിട്ട് എനിക്ക് സംസാരിക്കാൻ അറിയില്ല. അതവർക്ക് എൻ്റെ ഭാഷ കേട്ടാൽ മനസ്സിലായി. സോറി, ഞാൻ സംസാരിക്കുന്നത് കേട്ടാൽ അവർക്ക് മനസ്സിലായി, അത് വേറെ കാര്യം. പിന്നെ ഞാനൊന്നും കൂടി അവരുടെ അടുത്ത് പറഞ്ഞു എനിക്ക് ഫ്ലുവൻറ്റ് സംസാരിക്കാൻ അറിയില്ല, അതായത് ഞാൻ കേരള സിലബസാണ് പഠിച്ചതെന്നൊക്കെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ പ്രിൻസിപ്പൾ എൻ്റെ അടുത്ത് പറഞ്ഞു നോ പ്രോബ്ലം, അതൊന്നും പ്രശ്നമില്ല, നിങ്ങൾ പഠിക്കണം. അതായത് കൂടുതൽ ഇംഗ്ലീഷ് മൂവീസൊക്കെ കണ്ടിട്ട്, അതായത് ബുക്സൊക്കെ വായിച്ചിട്ട് നിങ്ങൾ പിന്നെ പഠിക്കാതെ ലെവലായിക്കോളും. എന്തായാലും നമ്മളെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ആടെയിൽ ഫുൾ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത് വെച്ചാൽ എന്തായാലും നമ്മളവിടുന്ന് ഇംഗ്ലീഷ് പഠിച്ചിരിക്കും, അത് ഉറപ്പാണ്. ഇപ്പം നമ്മൾ മലയാളികളുടെ ഇടയിൽ പെട്ടിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് നമുക്ക് ഒന്നും അറിയാതെ പോകുന്നത്, കാരണം മലയാളം മാത്രം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആടെ എത്തിപ്പെട്ടാൽ നമ്മൾ എന്തായാലും ഉറപ്പായിട്ട് നമ്മൾ പഠിക്കൂട്ടാ. അവരുടെ ഇടയിൽ പെട്ടാൽ നമ്മൾ എന്തായാലും പഠിക്കും. അത് അയാൾക്ക് മനസ്സിലായി, അതുകൊണ്ടായിരിക്കും. കുഴപ്പമില്ല, പിന്നെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വിട്ടു. അങ്ങനെ ഇൻ്റർവ്യൂവിൽ ബാക്കി 2 ആൾ ഇരിക്കുന്നുണ്ടല്ലോ, അവരുടെ അടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചിട്ടാകുമ്പോൾ അവർ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞുട്ടാ. സമാധാനമായി. എങ്ങനെ ഞാൻ പോയി അവർ പറഞ്ഞു പിന്നെ അറിയിക്കാം എന്താന്ന്. അവിടുന്ന് ഇൻ്റർവ്യൂ ഹാളിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷം പുറത്തുനിന്ന് അടുത്ത ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളിപ്പോൾ പോയിക്കോ, മെയിലായിട്ട് അറിയിക്കുക എന്താ ഇൻ്റർവ്യൂ പാസ്സായോ ഇല്ലയോ എന്ന് മെയിലായിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളടുത്ത് പോയി. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ റൂമിലെത്തി കഴിഞ്ഞിട്ട് അന്നൊരു വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് കോൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അതായത് ഇവിടെ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് മസ്റ്റാണ്, എന്തായാലും ഈക്വലൻസി സർട്ടിഫിക്കറ്റ് വേണം. അവിടെ വിസ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഓൺ വിസ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. പക്ഷേ എനിക്ക് വിസ ഇല്ല. പക്ഷേ വിസ ഇല്ലാത്തതുകൊണ്ട് അവരെനിക്ക് വിസ തരാമെന്ന് പറഞ്ഞു. എനിക്ക് വിസ തരാം, പക്ഷേ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് എന്തായാലും വേണം. അപ്പോൾ എൻ്റെ അടുത്ത് അവർ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് എങ്ങനെ കൊടുക്കാം, എന്തൊക്കെ കൊടുക്കണം എന്നൊക്കെ അവരെൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം നിങ്ങൾ ഇങ്ങോട്ട് അറിയിക്കുക. അതിനുശേഷം നമ്മൾ വേക്കൻസി വരുമ്പോൾ നിങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ആദ്യം എന്തായാലും നമുക്ക് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് എന്നായിട്ട് ജോലി കിട്ടിയില്ല. അതുകൊണ്ട് അവർ ഇൻ്റർവ്യൂവിൽ പാസ്സായിട്ടാ, ഇൻ്റർവ്യൂ ഓക്കെയാണ്. അപ്പം ഈക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം നിങ്ങൾ ഇവിടെ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് അയച്ചതിന് ശേഷം അപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താ പറയുക വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങളെ വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്തതായിട്ട് ഞാൻ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കി. അതായത് കുറേ ആൾ ഞാൻ കോൺടാക്ട് ചെയ്ത് ട്രാവൽസിൽ പോയി പറ്റും, പക്ഷേ അവർ നല്ല എമൗണ്ട് പറഞ്ഞു എൻ്റെ അടുത്ത്. 20,000 രൂപയാകുന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു ഈക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് പണിയുണ്ട്, അതുകൊണ്ട് ഇത്ര എമൗണ്ട് ആവുമെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്തൊക്കെയോ കൊടുത്തു. ഓക്കെ, നോ പ്രോബ്ലം, എന്തായാലും ജോലി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊടുത്തു. പക്ഷേ ആടെയുള്ള ട്രാവൽസ് ആരും വലിയൊരു ഇത് ആക്കിയില്ല. എൻ്റെ കസിൻസ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പക്ഷെ അവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തത് കൊണ്ടായിരിക്കാം വലിയ
ഇതായിട്ട് പിന്നെ ഞാൻ നടന്ന് നാട്ടിലേക്ക് തിരിച്ചു വന്നു. എൻ്റെ വിസ കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ഇവിടെ എത്തി. കുറേ ഞാൻ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ ഇങ്ങനെ കുറേ നോക്കിക്കൊണ്ട് ആടെ നിന്നിട്ട് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നതാണ് നല്ലത്. പക്ഷേ എനിക്ക് വിസ കഴിഞ്ഞുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു കേട്ടോ. തിരിച്ചു വന്നതിന് ശേഷം കുറേ ഒരു 1 മന്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു കസിൻ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരാളെ നമ്പർ ഞാൻ തരാം, അവർ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ആക്കി കൊടുക്കുന്ന ഒരാളാണ്. അപ്പം ആ നമ്പറിലേക്ക് നീ നിൻ്റെ കാര്യങ്ങൾ അവർ ചോദിക്കുന്ന സർട്ടിഫിക്കറ്റ്സൊക്കെ അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, അയാളുടെ നമ്പർ വാങ്ങി. അങ്ങനെ അയാൾ നമ്പർ കിട്ടിയിട്ടാകുമ്പോൾ ഞാൻ സേവ് ചെയ്തിട്ട് അയാളോട് ഞാൻ പറഞ്ഞു, ഇന്നവർ തന്ന നമ്പറാണ്, എനിക്ക് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു UAE പാസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഒരു ആപ്പ്, അത് എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അങ്ങനെ ഞാൻ UAE പാസ് ഇൻസ്റ്റാൾ ചെയ്തു. അതുണ്ടെങ്കിൽ നമുക്ക് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ഔട്ട്, അതായത് ആടുന്ന് അവരെന്തോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇടുന്ന ഒരു നമ്പർ അടിച്ചു കൊടുക്കാറുണ്ട്. അപ്പം ഈ UAE പാസ് ഉണ്ടെങ്കിൽ നമുക്ക് പറ്റും. അത് പാസ്പോർട്ട് സ്കാൻ ചെയ്തിട്ട് അങ്ങനെ എന്തോ ആണ്. അങ്ങനെ ഞാൻ അത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അവർ ഇയാളെൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു അയച്ചു കൊടുത്തു. എല്ലാം അയച്ചു കൊടുത്തതിന് ശേഷം അവർ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സമയത്ത് അവരൊരു ഒരു കോഡ് നമ്മുടെ ഈ UAE പാസ് ഓപ്പണാക്കി വെക്കണം. ആ സമയത്ത് UAE പാസിലേക്ക് അവർ കോഡ് അയക്കും. ആ കോഡ് നമ്മൾ ഇവിടുന്ന് അടിച്ചു കൊടുക്കുമ്പോൾ അവിടുന്ന് ഓക്കെ ആവും. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെയാണ് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത്. അങ്ങനെ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ കിട്ടി. പക്ഷേ 1 മാസം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഇവരുടെ നമ്പർ കിട്ടുന്നത്. അപ്പോൾ അതും ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം. അങ്ങനെ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ഒറ്റ ദിവസം കൊണ്ട് കിട്ടിയത് മാത്രമല്ല, വെറും 150 ദിർഹംസ് മാത്രമേ എനിക്ക് ഈക്വലൻസി സർട്ടിഫിക്കറ്റിന് ആയിട്ടുള്ളൂ. ഇത് നാട്ടിൽ 3000 സംതിങ് അങ്ങനെ എന്തോ അത്രയേ ആയിട്ടുള്ളൂ. ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി 20,000 വേണം 30,000 വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നൊക്കെ പറയുന്നില്ല, അതുപോലെ എങ്ങനെയോ എനിക്ക് ഇയാളെ നമ്പർ കിട്ടി. അങ്ങനെ ഇയാൾ എനിക്ക് 150 ദിർഹംസിന് എനിക്ക് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ആക്കി തന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അയാളുടെ നമ്പർ തരുന്നതായിരിക്കും. ഏതായാലും ഒരുപാട് വീഡിയോ നല്ലോണം ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പം എന്താ വെച്ചെങ്കിൽ എനിക്ക് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടിയ ഏകദേശം 1 മാസം ആയതിനു ശേഷമാണ് കേട്ടോ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടിയത്. അപ്പോൾ അവരുടെ അടുത്ത് ഞാനിത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അയച്ചു കൊടുത്ത സമയത്ത് അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പോൾ വേക്കൻസി ഇല്ല, അതായത് കുറേ കഴിഞ്ഞല്ലോ, ഞാൻ നാട്ടിൽ വന്നിട്ട് 1 മന്ത് ആയല്ലോ. അപ്പം അവർ പറഞ്ഞു ഇപ്പോൾ വേക്കൻസി ഇല്ല, പക്ഷേ വേക്കൻസി വരുന്ന സമയത്ത് നിങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ ഞാൻ അവരെ നമ്പർ വാങ്ങിയിട്ടുണ്ടായി. ആ ഒരു മലയാളി HR ആണ് കേട്ടോ. അവരെ നമ്പർ വാങ്ങിയിട്ടുണ്ടായി. അങ്ങനെ അവരെ നമ്പറിലേക്ക് ഞാൻ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ വേക്കൻസി ഇല്ല, വേക്കൻസി വരുമ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ അടുത്തായിട്ട് എനിക്കൊരു മെയിൽ വന്നു വെച്ചെങ്കിൽ അവരവിടുന്ന് ഒരു അർജൻറ്റ് വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവർ എനിക്ക് വിളിച്ചിട്ടുണ്ടായത്. വിളിച്ചല്ല, മെയിൽ അയച്ചു. പക്ഷേ മെയിൽ അയച്ച സമയത്ത് ഞാൻ മെയിൽ കണ്ടില്ല വെച്ചാൽ ഞാൻ അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയില്ല. അങ്ങനെ പക്ഷേ അവർ എൻ്റെ അടുത്ത നമ്പറിൽ വാട്സപ്പിൽ എല്ലാത്തിലും അടുത്ത നമ്പറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത നമ്പറിൽ അവരെനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും കിട്ടിയില്ല എന്നാണ് അവർ പറഞ്ഞു പിന്നീട്. അങ്ങനെ ഞാൻ മെയിൽ കണ്ടതിന് ശേഷം ഞാൻ വീണ്ടും അവർക്ക് മെയിൽ അയച്ചിട്ടാകുമ്പോൾ അവർ പറഞ്ഞു എന്താ വെച്ചാൽ അത് ഒരാഴ്ച മുമ്പ് അയച്ച മെയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അത് കാണുന്നത് കൊണ്ട് ഞാൻ അയച്ച സമയത്ത് അവർ പറഞ്ഞു ഓൾറെഡി ആളായി. അപ്പം നിങ്ങൾ വിചാരിച്ചോക്ക് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ നിൽക്കാന്ന് എന്താ സ്കൂളിൽ ജോബിന് വേണ്ടിയിട്ട്. അങ്ങനെ അവർ പറഞ്ഞു ഓൾറെഡി ആ പോസ്റ്റിലേക്ക് ആൾ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ ആകെ ബേജാറ്. എന്താ വെച്ചെങ്കിൽ ഇത്ര കഷ്ടപ്പെട്ട് നമ്മൾ പോയിട്ട് എനിക്ക് ജോലി കിട്ടിയിട്ട് അവർ വിളിച്ചതിന് ശേഷം എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് അവരെ നമ്പർ തന്നു. ഞാൻ നാട്ടിലത്തെ നമ്പറൊക്കെ അങ്ങനെ കൈമാറിയിട്ട് അവരെ നമ്പർ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ സമയത്ത് അവർ വീണ്ടും എനിക്ക് മെസ്സേജ് അയച്ചു. എന്നോട് ചോദിച്ചു നാട്ടിലാണെന്ന് അവർക്ക് അറിഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഇപ്പോൾ വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പോൾ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്, 1 വീക്കിൻ്റെ ഉള്ളിൽ നിങ്ങൾ ജോയിൻ ആണെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. 1 വീക്കിൻ്റെ ഉള്ളിൽ ജോയിൻ ആണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാണ്? ഞാൻ നാട്ടിലല്ലേ. 1 വീക്കിൻ്റെ ഉള്ളിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി പോകുമ്പോൾ എന്തായാലും എനിക്ക് പറ്റില്ല, എനിക്ക് ആവില്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു 1 വീക്കിൻ്റെ ഉള്ളിൽ എനിക്ക് വരാൻ പറ്റില്ല. 1 മന്ത് ആണെങ്കിൽ ഞാൻ നോക്കാം, 1 മന്തിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ അവർ പറഞ്ഞു പറ്റൂല, ഇവിടെ ടീച്ചർ ഇപ്പോൾ അസിസ്റ്റൻറ്റ് ടീച്ചർ ഇല്ല, അപ്പോൾ അർജൻറ്റായിട്ട് നമുക്ക് വേണമെന്ന് പറഞ്ഞു.
അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും എനിക്ക് 1 വീക്കിൻ്റെ ഉള്ളിൽ വരാൻ പറ്റില്ല പറയുമ്പോൾ എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു, ഓക്കെ നോ പ്രോബ്ലം. ഓൾറെഡി ഒരാൾ അവർ ഇൻ്റർവ്യൂ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഇൻ്റർവ്യൂ ആദ്യം കഴിഞ്ഞതുകൊണ്ടാണ് അവരെനിക്ക് കോൾ ചെയ്തിട്ടുണ്ടായത്, എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായത്. അപ്പോൾ എനിക്ക് 1 വീക്കിൻ്റെ ഉള്ളിൽ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നുണ്ട്, ഇനി ഒരു വേക്കൻസി വരുമ്പോൾ നിങ്ങളെ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനിയൊരു വേക്കൻസി വന്നാൽ തീർച്ചയായും ഞാൻ അങ്ങോട്ട് പോകുന്നതായിരിക്കും. നിങ്ങൾ വിചാരിക്കാൻ എപ്പോഴാണ് വേക്കൻസിയൊക്കെ വരുന്നതെന്നല്ല, വേക്കൻസി അവിടെ വന്നുകൊണ്ടേ ഉണ്ട് കേട്ടോ, കുറേ വേക്കൻസി അവിടെ വരുന്നുണ്ട്. അപ്പം എന്തായാലും പെട്ടെന്ന് തന്നെ അവർ കോണ്ടാക്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നി. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനിയൊരു വേക്കൻസി വരുമ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ UAE വിശേഷങ്ങൾ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കട്ടെ, അതായത് കമൻറ്റിൽ ചോദിച്ചാൽ മതി. എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ ടച്ച് പൊട്ടിച്ചേക്കുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതായിരിക്കും. ബൈ.